നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 5th സെമസ്റ്റർ ബികോം അതുപോലെ തന്നെ BBA വിദ്യാർത്ഥികളുടെയും അതുപോലെ 3rd സെമസ്റ്റർ MCOM വിദ്യാർത്ഥികളുടെയും ഒരു പേപ്പറായിട്ടുള്ള ബിസിനസ് റിസർച്ച് മെത്തഡോളജി അഥവാ ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പേപ്പറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ വ്യത്യസ്ത പാർട്ടുകളായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആദ്യ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് നമ്മുടെ റിസർച്ച് മെത്തഡോളജി, അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ക്വാളിറ്റീസ് ആൻഡ് ദെൻ റിസർച്ച് പ്രോസസ്സ്. ഇത് ഏകദേശം ലെങ്ത് കൂടിയ വീഡിയോ ആണെങ്കിൽ നമ്മൾ 2-3 പാർട്ടായിട്ടാവും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് റിസർച്ച്? ഇവിടെ ഇതിന്റെ മീനിങ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ക്വസ്റ്റ് ഫോർ നോളജ് ഈസ് നെവർ എൻഡിങ് പ്രോസസ്. ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് റിസർച്ച്. അതായത് മനുഷ്യന്റെ അറിവ് തേടിയിട്ടുള്ള ഒരു അന്വേഷണം അതൊരിക്കലും അവസാനിക്കുന്നില്ല. മനുഷ്യൻ കാലങ്ങളായിട്ട് പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത്തരത്തിൽ മനുഷ്യന്റെ അന്വേഷണങ്ങളെയാണ് നമ്മൾ സിമ്പിളായിട്ട് റിസർച്ച് എന്ന് പറയുന്നത്. അഥവാ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മീനിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത്. ആക്ച്വലി റിസർച്ച് മീൻസ് സെർച്ച് ഫോർ ഓർ ലുക്കിംഗ് ഫോർ ന്യൂ നോളജ് എന്ന് പറയുന്നത്. ഇതിന്റെ വേർഡ് റിസർച്ച്, ഈ വേർഡ് 2 വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒന്ന് റീ, മറ്റൊന്ന് സെർച്ച്. അതിന്റെ അർത്ഥം തന്നെ പറയുന്നത് സെർച്ച് എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും അന്വേഷിക്കുക എന്നുള്ളതാണ്. അതായത് റീവിസിറ്റ് ഓൺ ദി ഏർലിയർ ഫൈൻഡിങ്സ് വിത്ത് ഇന്റൻഷൻ ഓഫ് കോറിലേറ്റിംഗ് ദം വിത്ത് ന്യൂലി ഡിസ്കവേർഡ് ഫാക്ട്. നമ്മുടെ പുതിയ കണ്ടെത്തിയ കാര്യങ്ങള് നമ്മുടെ പഴയ കണ്ടെത്തിയ കാര്യങ്ങളുമായിട്ട് അഥവാ സമൂഹത്തിൽ നിലനിൽക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നിലനിൽക്കുന്ന തിയറിയുമായിട്ട് കോറിലേറ്റ് ചെയ്യാനാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് റിസർച്ച് എന്ന് പറയാം. അഥവാ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചു പോയിട്ട് അതല്ലെങ്കിൽ നിലവിലുള്ള ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് റിസർച്ച് എന്ന് വിളിക്കാം. ഇനി അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ്. മീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിന്റെ ഒരു മീനിങ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ മീനിങ്ങിൽ research can be defined as organized and systematic study of material and resources in order to discover new things and establish fact and reach to new conclusion എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. അഥവാ റിസർച്ച്, ഏതെങ്കിലും ഒരു പഠനം എങ്ങനെയെങ്കിലും നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിസർച്ച് എന്ന് വിളിക്കാൻ കഴിയില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഞാനൊരു വ്യക്തിനെ കുറിച്ചിട്ട് കേട്ടറിവിന്റെ പുറത്ത് ഒരു കാര്യം പറഞ്ഞു നടക്കുകയാണ്. അതിനൊരു റിസർച്ച് അല്ല. റിസർച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസർച്ച് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇതിന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ട്. ഇതിന് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളിലോട്ടുള്ള അന്വേഷണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. എല്ലാ പഠനങ്ങളും റിസർച്ച് അല്ല, ഒരു സിസ്റ്റമാറ്റിക് വെൽ ഓർഗനൈസ്ഡ് പഠനങ്ങളെയാണ് നമ്മൾ റിസർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ സിംപ്ലി വി ക്യാൻ സേ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഡെവലപ്പിംഗ് ന്യൂ തിയറീസ് ഓർ ഫൈൻഡിങ് സൊല്യൂഷൻ ടു വാരിയസ് പ്രോബ്ലംസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ തിയറീസിനെ കുറിച്ചിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന്, അതല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്, സൊസൈറ്റി നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ, അതല്ലെങ്കിൽ അത്തരം പഠനങ്ങളെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ്, വൈ, എന്തുകൊണ്ട് നമുക്ക് ഈ റിസർച്ച് നടത്തണം എന്നുള്ള, നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ സൊസൈറ്റി പല ഘട്ടങ്ങളായിട്ട് പല ഇഷ്യൂസിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഇഷ്യൂസിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി റിസർച്ച് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ദ റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്പ് us ഇൻ സക്സസ്ഫുള്ളി ഡീലിംഗ് വിത്ത് പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. അതുപോലെ ക്ലിഫോർഡ് വുഡിയുടെ ഡെഫിനിഷന് എ മെത്തേഡ് ഫോർ ഡിസ്കവറി ഓഫ് ട്രൂത്ത് വിച്ച് ഈസ് റിയലി എ മെത്തേഡ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ്. അദ്ദേഹം പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത് ട്രൂത്ത്, സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പഠനത്തിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, മേജർ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. ഏകദേശം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഓർ സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ ഏകദേശം 18ഓളം ഫീച്ചർ പറയപ്പെടുന്നുണ്ട്, ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നത് റിസർച്ചിന്റെ ആദ്യത്തെ മീനിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് എന്നാണ്.
അഥവാ അറിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഫീച്ചേഴ്സ് നമ്മൾക്ക് എപ്പോഴും തരുന്നത്, ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ ആ വസ്തു എന്താണെന്ന് മനസ്സിലാക്കുന്നത് ശരിക്കും ഈ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ്. അതായത് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇതാണ് ആ വസ്തു, അതല്ലെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഈ ഒരു എലമെന്റ് ആണ്, അതല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറാണ് അയാൾ കാണിക്കുന്നതെന്ന് പറയാം. ഒരു പേഴ്സണാലിറ്റി ഐഡന്റിഫിക്കേഷൻ ഒക്കെ നമ്മൾ ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഒരു വ്യക്തിന്റെ ക്യാരക്ടർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്കൊരു പഠനത്തിന് അത് റിസർച്ച് ആണോ അല്ലയോ എന്നുള്ളതിൽ ഒരു ജഡ്ജ്മെന്റിലോട്ട് എത്താൻ വേണ്ടി കഴിയും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ഫീച്ചറാണ് ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. റിസർച്ച് ഞാൻ പറഞ്ഞു അറിവ് തേടിയുള്ള അന്വേഷണമാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച്. രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമുക്ക് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നമുക്ക് സുപരിചിത. കൃത്യമായിട്ട് അവർ അതിന്റെ ഫാക്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടാണ് ഒരു പ്രതി ഒരു കേസ് തെളിയിക്കുന്നത്. ഒരാള് കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് തെളിയിക്കുന്നത് ഇതിന്റെ ഒരു ബേസിലാണ്. അതുപോലുള്ള ഒരു അന്വേഷണമാണ് റിസർച്ച്. സോ വി ക്യാൻ സേ ഇറ്റ്സ് എ ഫോം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് മൂന്നാമത് വരുന്നത് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് ഒരു പരിഹാരം കാണുക. നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാവും ഒരുപക്ഷെ നമ്മൾ റിസർച്ച് നടത്തുന്നത്. ദെൻ അടുത്തൊരു ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇറ്റ് ലീഡ് ടു ജനറലൈസേഷൻ ഓഫ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. റിസർച്ചിലൂടെ നമ്മൾ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു തിയറി ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ആ തിയറി നമ്മൾ ഈ പഠനം നടത്തിയ ഏരിയയിൽ മാത്രമല്ല സൊസൈറ്റിയുടെ എല്ലാ ഭാഗത്തും ബാധകമാണെന്നുള്ളതിനെ ജനറലൈസ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ നമുക്ക് റിസർച്ച് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഐസക് ന്യൂട്ടന്റെ തലയിലോട്ട് ആപ്പിൾ വീണു. ആപ്പിൾ വീണ സമയത്ത് അദ്ദേഹം കൺക്ലൂഷനിൽ എത്തിയത് ഭൂമി ഗുരുത്വാകർഷണ ബലം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ആ കൺക്ലൂഷനിലോട്ട് പോയത് അദ്ദേഹത്തിന്റെ തലയിലോട്ട് ആപ്പിൾ വീണ ആ സ്ഥലത്ത് മാത്രം ഗുരുത്വാകർഷണ ബലം ഉണ്ട് എന്നുള്ള നിലക്കല്ല, മറിച്ച് ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്. അത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതല്ലെങ്കിൽ ഒരു ഏരിയയിൽ നടന്ന പഠനത്തിന്റെ ഫൈൻഡിങ്സിനെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ജനറലൈസ് ചെയ്യാം. അതായത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണെന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. മാത്രമല്ല അടുത്തൊരു ഫീച്ചർ പറയുന്നത് സയന്റിഫിക് റിസർച്ച് ആർ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ എന്നുള്ള. സയന്റിഫിക് റിസർച്ച് എപ്പോഴും ഒബ്സർവേഷനും അതേപോലെ തന്നെ പരീക്ഷണങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. റിസർച്ചിൽ രണ്ട് തരം ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പോയിട്ട് നേരിട്ട് ഫസ്റ്റ് ടൈം ഫ്രഷ് ഡാറ്റ ഒരാളിൽ നിന്നും കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. എന്നാൽ റിസർച്ചിൽ മറ്റൊരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് സെക്കൻഡറി ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റ്, മാഗസിൻസ്, ജേർണൽസ്, ബുക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈബ്രറി സങ്കല്പിക്കുക. ലൈബ്രറിയിലുള്ള ഡാറ്റകൾ നിങ്ങൾക്ക് അവിടെ ജേർണൽസ് കാണാം, മാഗസിൻസ് കാണാം, ബുക്സ് കാണാം, ഇന്റർനെറ്റ് കാണാം. ഇത്തരത്തിലൂടെയുള്ള ഡാറ്റ കളക്ഷൻ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ എന്നാണ്. സോ റിസർച്ച് ഇൻവോൾവ് കളക്ഷൻ ഓഫ് ഡാറ്റ മേ ബി പ്രൈമറി ഡാറ്റ, അതർവൈസ് സെക്കൻഡറി ഡാറ്റ. അടുത്ത ഫീച്ചർ ആയിട്ട് പറയുന്നത് 7th പോയിന്റ്, കളക്റ്റഡ് ഡാറ്റ യൂസ്ഡ് ഫോർ ന്യൂ പർപ്പസ്. കളക്റ്റഡ് ഡാറ്റ യൂസ്ഡ് ഫോർ ന്യൂ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത പ്രൈമറി ഡാറ്റ ആയിരിക്കാം, അതല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ആയിരിക്കാം. ആ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പുതിയ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റ ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പുതിയ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ റിസർച്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എക്സ്പെർട്ടൈസ് ഈസ് റിക്വയർഡ് ഇൻ റിസർച്ച്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകം. എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നടന്നു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തുക. സമൂഹം അഡ്രസ് ചെയ്യാത്ത അതല്ലെങ്കിൽ ഇതുവരെ പരിഹാരം കണ്ടെത്താത്ത പ്രശ്നങ്ങൾക്ക് ആൻസർ കണ്ടെത്തുക എന്നുള്ളതും റിസർച്ചിന്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ തന്നെ റിസർച്ച് നമ്മൾ നടത്തിയാൽ മാത്രം പോരാ, അത് കെയർഫുള്ളി റെക്കോർഡ് ചെയ്യണം. അത് വേണ്ട അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം. അത് മറ്റൊരു ഫീച്ചറാണ് റിസർച്ചിന്റെ. അതായത് റിസർച്ച് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. ഇനി വരുന്നത് പേഷ്യൻസ് ഈസ് റിക്വയർഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്. ഒരു റിസർച്ച് എത്ര കാലം കൊണ്ട് ഒരാളോട് തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ആൻസർ ഉണ്ടാവില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ടോപ്പിക്, നേച്ചർ, അദ്ദേഹത്തിന്റെ കണ്ടീഷൻ, അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. പെട്ടെന്ന് തീർത്ത് നമ്മൾക്ക് ഒരു റിസർച്ച് ഡിഗ്രി കരസ്ഥമാക്കുക എന്നുള്ള വിചാരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതിന് സമയമെടുക്കും. അതാണ് പറഞ്ഞിട്ടുള്ളത്. പേഷ്യൻസ് ഈസ് റിക്വയർഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്. അടുത്ത പറഞ്ഞത് വൺ റിസർച്ച് ലീഡ് ടു അനദർ റിസർച്ച്. ചിലപ്പം ഒരു പഠനമായിരിക്കും മറ്റൊരു പഠനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. E ഈസ് ഈക്വൽ ടു MC² എന്ന് പറയുന്ന ഇക്വേഷൻ
ഒരു പ്യുവർ റിസർച്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ റിസർച്ച്, ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. പിന്നീട് ആ തിയറി വെച്ചിട്ടാണ് നമ്മൾ പല അണുവായുധങ്ങളും ഉണ്ടാക്കാനുള്ള മറ്റു പല റിസർച്ചിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് വൺ റിസർച്ച് ലീഡ് ടു അനദർ റിസർച്ച് എന്നുള്ള ആ ഒരു പോയിന്റ് ആണ്. ഒരു റിസർച്ചിൽ നിന്നാണ് മറ്റു റിസർച്ചുകൾ എന്ത് ചെയ്യുന്നത്, എമേർജ് ചെയ്ത് വരുന്നത്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ടു ഫൈൻഡ് ന്യൂ കൺക്ലൂഷൻ വിത്ത് ഓൾഡ് ഡാറ്റ ആൻഡ് ഓൾഡ് കൺക്ലൂഷൻ വിത്ത് ന്യൂ ഡാറ്റ. പഴയ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് പുതിയൊരു ജഡ്ജ്മെന്റിലോട്ട് പോവാം റിസർച്ചിലൂടെ. അതായത് പഴയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്ത സമയത്ത് നമുക്ക് പുതിയൊരു കാര്യം കണ്ടെത്താം. എന്നാൽ പുതിയ ഡാറ്റ വെച്ചിട്ട് നമുക്ക് പഴയ ഒരു കാര്യത്തിനെ വാലിഡേറ്റ് ചെയ്യാം. നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു റിസർച്ചിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടെത്തിയ കാര്യം എല്ലായിടത്തും ഒരേപോലെ തന്നെയാണോ, അതല്ലെങ്കിൽ ഇത് ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഡാറ്റ കളക്ഷൻ നടത്തി പുതിയ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നേരത്തെ കണ്ടെത്തിയ തിയറി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ കഴിയും, വെരിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സെർച്ച് ഫോർ മോർ കൺക്ലൂഷൻ വിത്ത് അവൈലബിൾ ഡാറ്റ. റിസർച്ച് എന്ന് പറയുന്നത് പുതിയൊരു കൺക്ലൂഷൻ, മോർ കൺക്ലൂഷൻ വിത്ത് അവൈലബിൾ ഡാറ്റ, നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് പുതിയ പുതിയ കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സാണ്. റിസർച്ചിന്റെ 15ാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ടു സെർച്ച് മോർ കൺക്ലൂഷൻ വിത്ത് അവൈലബിൾ ഡാറ്റ. നമ്മൾ കണ്ടെത്തിയ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് 15ാമത്തെ ഫീച്ചർ പറയുന്നത്. അതുപോലെ തന്നെ ടു എക്സ്പ്ലെയിൻ അൺഎക്സ്പ്ലോർഡ് ഹൊറിസോൺ ഓഫ് നോളജ്. അതായത് നമ്മൾ കണ്ടെത്താത്ത മേഖലനെ കുറിച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ, അൺഎക്സ്പ്ലോർഡ് ഹൊറിസോൺ ഓഫ് നോളജ്, അത് കണ്ടെത്താൻ നമുക്ക് മനസ്സിലാക്കാനും കഴിയാത്ത ഏരിയനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളും നമുക്ക് നടത്താം റിസർച്ചിലൂടെ. അതേപോലെ തന്നെ ചിലപ്പോൾ ടു പുട്ട് ഫോർവേഡ് ആൻ എൻറ്റയർലി എ ഒറിജിനൽ തിയറി, ഒരു പുതിയ തിയറി തന്നെ റിസർച്ചിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിലവിലുള്ള ഒരു തിയറിക്ക് പുറമെ ഒരു പുതിയ തിയറി ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ തന്നെ ടു സ്റ്റഡി ആൻഡ് റിസോൾവ് കോൺട്രഡിക്ഷൻ ഇൻ ദി ഏരിയ ഓഫ് സ്റ്റഡി. മുൻപ് നടന്ന രണ്ട് പഠനങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കോൺട്രഡിക്ഷൻസ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു റിസർച്ച് നടത്താം. അപ്പോൾ ഇത്രയാണ് റിസർച്ചിന്റെ ഫീച്ചേഴ്സ്. ഏകദേശം 18 ഫീച്ചേഴ്സ് നമ്മൾ വളരെ സ്പീഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്.